ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസ്നായക ഇന്ത്യയിലേക്ക്. മോദി സർക്കാരിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് ന്യൂഡൽഹിയിലേക്ക് എത്തുന്നതെന്ന് ശ്രീലങ്കൻ സർക്കാർ വക്താവ് നളിന്ദ ജയസിംഹ അറിയിച്ചിട്ടുണ്ട്. കടുത്ത മാർക്സിസ്റ്റുകാരനായ പ്രസിഡന്റാണ് AKD എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ജനതാ വിമുക്തി പെരുമന എന്ന പാർട്ടിയുടെ നേതാവ് കൂടിയായ അനുരാഗ് കുമാര ദിസ്നായക. ഇദ്ദേഹം കടുത്ത ചൈന ഭക്തൻ കൂടിയാണ്. പക്ഷെ ശ്രീലങ്കയുമായുള്ള ബന്ധത്തിന്റെ സുദീർഘ ചരിത്രത്തിന്റെ അടിത്തറയിൽ അനുരാഗ് കുമാര ദിസ്നായക നേരിടാൻ മോദിക്ക് നന്നായി അറിയാം എന്നതിന്റെ തെളിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഇന്ത്യ സന്ദർശനം. മാത്രമല്ല, ഇന്ത്യ മാലിദ്വീപ് ബന്ധം ഉലയുകയും ഒടുവിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മോദിക്ക് അടിയറ പറഞ്ഞതും മോദിയുടെ കരുത്ത് വിളിച്ചോതുന്ന സംഭവം തന്നെയായിരുന്നു. ഇത് ശ്രീലങ്കയിലെ പ്രസിഡന്റിനും നന്നായി മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല, ഇന്ത്യയോട് ഇടഞ്ഞു നിന്ന ചൈന മറ്റ് നിവൃത്തിയില്ലാതെ ഇന്ത്യയോട് അടുക്കുകയും അതിർത്തി തർക്കത്തിന്റെ കാര്യത്തിൽ സമവായമുണ്ടാക്കിയതും ദിസ്നായക്ക് നന്നായി അറിയാം. 2022 സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ശ്രീലങ്കയ്ക്ക് ഏറ്റവും വലിയ സാമ്പത്തിക സഹായം നൽകിയത് ഭാരതം തന്നെയാണ്. കോവിഡ് കാലത്ത് വാക്സിനുകളും ഭക്ഷണവും ഇന്ത്യ സുലഭമായി അയച്ചതും ഒരു ശ്രീലങ്കക്കാരനും മറക്കാനിടയില്ല. ഇക്കാര്യത്തിൽ മോദി സർക്കാരിന്റെ ഉണർവോടെയുള്ള പ്രവർത്തനം ശ്രീലങ്കയിലെ ഭരണ പ്രതിപക്ഷങ്ങൾ പോലും ഒരുപോലെ അഭിനന്ദിച്ച കാര്യം തന്നെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ അതിർത്തി സംബന്ധിച്ച് ഒരു തർക്കം ശ്രീലങ്കയുമായിട്ട് ഉണ്ട്. കച്ചൈദ്വീപ് പ്രശ്നം മോദി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയ വിഷയം തന്നെയായിരുന്നു, അതും തമിഴ്നാട്ടിൽ മാത്രം. ശ്രീലങ്കയ്ക്ക് സഹായം നൽകുന്നതും ഇന്ത്യയുടെ പ്രഥമ പരിഗണനയിൽ ഇരിക്കുന്ന പ്രശ്നം തന്നെയാണ്. ശ്രീലങ്കയെ പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റാൻ സർക്കാർ തലത്തിലും സ്വകാര്യ മേഖലയിൽ നിന്നും നിക്ഷേപം നൽകാൻ ഇന്ത്യ ഒരുക്കം തന്നെയാണ്. ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യും. ചൈനയെ അകറ്റി നിർത്തുക എന്നത് ഭാരതത്തിന്റെ നയം തന്നെയാണ്. ഒരിക്കൽ ചൈനയുടെ ചൂടറിഞ്ഞ ശ്രീലങ്ക വീണ്ടും ധനസഹായം തേടി ചൈനയെ സമീപിക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ നിലവിൽ ഉണ്ട്. ഇത് ഇന്ത്യയുടെ പ്രഥമ പ്രശ്നം തന്നെയാണ്. അദാനിയുമായി ഒപ്പുവെച്ച ഹരിതോർജ്ജ പദ്ധതി റദ്ദാക്കുമെന്ന് പ്രസിഡന്റായ ഉടനെ തന്നെ ദിസ്നായക പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇക്കാര്യവും ചർച്ച ചെയ്തേക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്. ഡിസംബർ 15-ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തും. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത്, ധനകാര്യ സഹമന്ത്രി അനിൽ ജയന്ത ഫെർണാണ്ടോ എന്നിവരും ദിസ്നായക്കൊപ്പം ഇന്ത്യയിലേക്ക് എത്തും. ശ്രീലങ്കൻ പ്രസിഡന്റായി അധികാരത്തിലേറിയ ശേഷമുള്ള ദിസ്നായകയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇത്. ദിസ്നായകയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സെപ്റ്റംബർ 23-നാണ് അധികാരത്തിൽ എത്തിയിരുന്നത്. അനുരാഗ് ദിസ്നായക അധികാരമേറ്റിയതിന് പിന്നാലെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ശ്രീലങ്കയിൽ വെച്ച് അനുരാഗ് ദിസ്നായകയുമൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം. ഈ വാർത്തയ്ക്ക് പിന്നാലെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഇത് ഉറ്റുനോക്കുക തന്നെയാണ്. ഇതോടെ ഇന്ത്യ ശ്രീലങ്ക ബന്ധം കൂടുതൽ ദൃഢപ്പെടുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.